അൽഹംദുലില്ലാ 3 ദിവസം നീണ്ടുനിന്ന മദീനത്തുൻ നൂർ ദഅവ കോൺഫറൻസ് ഇവിടെ സമാപിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് സമർത്ഥരായ പണ്ഡിതരെ വാർത്തെടുക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം 120-ലേറെ യുവപണ്ഡിതന്മാരെ പഠനം പൂർത്തിയാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. അവരിൽ കുറെ പേർ ഡോക്ടറേറ്റും എംഫിലും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മറ്റു ചിലർ ഉന്നത വിദ്യാഭ്യാസം മതസ്ഥാപനങ്ങളിൽ ജാമിയ മർകസ് സഖാഫത്ത് സുന്നിയയിൽ നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. നേരത്തെ കോഴ്സുകൾ പൂർത്തിയാക്കി ഫീൽഡിൽ ഇറങ്ങിയ 60 പേർക്ക് ഉള്ള സർട്ടിഫിക്കറ്റും ഇന്നിവിടെ വിതരണം ചെയ്യും. അവരെല്ലാം ഇസ്ലാമിക് സ്റ്റഡീസിൽ ഫാദിൽ സഖാഫി ബിരുദമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേഷനോ നേടിയിട്ടുള്ളവരാണ്. ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലും വിദേശത്തും ജോലിയിൽ സർവീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ പേരുകളും അവരുടെ ഡെസിഗ്നേഷനും പറയുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. 3 ദിവസം ഇവിടെ നീണ്ടുനിന്ന കോൺഫറൻസ് കേരളത്തിലെ 20-ലേറെ ദഅവ കോളേജുകളിലെയും ശരീഅത്ത് കോളേജുകളിലെയും മുതിർന്ന ദർസുകളിലെയും ഉന്നത ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളും ബിരുദം വാങ്ങിയവരും സംബന്ധിച്ച പ്രോഗ്രാമായിരുന്നു. അൽഹംദുലില്ലാ വളരെ ഭംഗിയായി ആ പ്രോഗ്രാം നടന്നു. ഈ കോൺഫറൻസിനോട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സന്ദേശം ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണം. അതിനുവേണ്ടി ഒരു ചെറിയ പ്രോഗ്രാം എന്ന നിലക്ക് ഞങ്ങൾക്ക് ചെയ്യാനാവുന്ന ഒരു കാര്യം, ഈ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരൊറ്റ ഫ്ലെക്സ് ബോർഡും ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി പോസ്റ്റർ പതിച്ചിട്ടില്ല. ചുരുങ്ങിയ മഹല്ലുകളിൽ സന്ദേശ പ്രഭാഷണം നടത്തിയതൊഴിച്ച് എവിടെയും ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അനൗൺസ്മെന്റും നടത്തിയിട്ടില്ല. ഇതൊരു വഹാ പ്രോഗ്രാമായി നടത്തേണ്ടതില്ല എന്ന മാനേജ്മെന്റിന്റെ സ്വാഗത സംഘത്തിന്റെ തീരുമാനമായിരുന്നു അതിന്റെ കാരണം. അൽഹംദുലില്ലാ ഇന്നലെ വരെയുള്ള എല്ലാ പരിപാടികളും വളരെ കൃത്യമായും ഭംഗിയായും നടന്നു. മറ്റൊന്ന്, 4 ആളുകൾ കൂടുന്ന സ്ഥലത്തും ഡിസ്പോസിബിൾ പ്ലേറ്റുകളും ഗ്ലാസുകളും ഉപയോഗിച്ച് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും. 1000 പേർക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുത്ത ഈ പരിപാടിയിൽ അങ്ങനെയുള്ള യാതൊരു വേസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനവും ചെയ്തില്ല. പാരമ്പര്യമായി നമ്മുടെ വീടുകളിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ പാത്രങ്ങളിൽ തന്നെ ഭക്ഷണം കഴിക്കാനും പാത്രങ്ങളിൽ വെള്ളം കുടിക്കാനും ഈ മജ്ലിസ് പഠിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായി, ടൈം മാനേജ്മെന്റ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഒഴികെ ഇതുവരെയുള്ള എല്ലാം വളരെ കൃത്യമായി നടന്നു. ഇത് പൊതുജനങ്ങളിലൂടെ സൗകര്യം പരിഗണിച്ച് അസറിന് ശേഷം തുടങ്ങാനിരുന്നത് നമുക്ക് മഗ്രിബാകേണ്ടി വന്നു. ഇനി നമ്മുടെ അസർ മഗ്രിബിനല്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ആളുകൾക്ക് സാധിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിൽ രാവിലെ 7:30 ക്ലാസ് അവസാനിച്ചാൽ പിന്നെ 10 മണിക്കാണ് തുടങ്ങുക. അപ്പൊ അന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു 9 മണി എന്ന് എഴുതുക, എന്നാലേ 10 മണിക്ക് തുടങ്ങാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം, അങ്ങനെ എഴുതിയാൽ പിന്നെ എല്ലാ കാലത്തും 10 മണിയെ 9 മണി എന്ന് വിളിക്കും. അത് പാടില്ല. ലാ തസുബ്ബു ദഹ്റ. സമയത്തെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. സമയത്തിന് അതിന്റെ പേര് തന്നെ വിളിക്കണം, മറ്റു പേര് വിളിക്കരുത്. 10 മണിയെ 9 മണിയെന്നും 9 മണിയെ 8 മണിയെന്നും വിളിക്കുന്നത് തെറ്റാണ്. അൽഹംദുലില്ലാ അതേ ക്രമത്തിൽ തന്നെ വളരെ കൃത്യമായി നടന്നു. ഇതുവരെയുള്ള എല്ലാ ജമാഅത്ത് അതേ സമയത്ത് തന്നെ നടത്താൻ സാധിച്ചു. സുന്നത്ത് നിസ്കാരങ്ങളും ദിക്റുകളും എല്ലാം വളരെ കൃത്യമായി ക്യാമ്പ് അംഗങ്ങളും മുഴുവൻ ആളുകളും സംബന്ധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണുകയാണ്. അത് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും എല്ലാം ഫീഡ്ബാക്ക് ആ നിലക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പരിപാടിയിൽ സമയം കുറക്കുന്നതിന് വേണ്ടി കുറക്കുകയും പ്രഭാഷണങ്ങളും പഠനങ്ങളും ചോദ്യോത്തരങ്ങളുമായി ഒതുക്കുകയും ചെയ്തു.
അൽഹംദുലില്ലാ, ഇതിൽ സഹകരിച്ച മുഴുവൻ ആളുകളോടും അതിന്റെ പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. കേരളത്തിലെ പണ്ഡിതർക്ക്, യുവ പണ്ഡിതർക്ക് പുറമെ സുഡാൻ, യമൻ, ഓസ്ട്രേലിയ, ഫിജി, കാനഡ തുടങ്ങിയ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളും നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പരിപാടികളും പൊതുജനങ്ങൾക്കല്ലാത്ത പരിപാടികളെല്ലാം അറബി കൂടുതലായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഹിബ്ബുർ റസൂലിന്റെ ഭാഗമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ പ്രചരിപ്പിക്കുക എന്ന നിയ്യത്തോടു കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു തആല നമുക്ക് അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വസീലയാക്കി തെരുമാറാവട്ടെ. ഇസ്ലാമിക ദഅവത്ത് നമ്മുടെ സയ്യിദുമാരും പണ്ഡിതന്മാരും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നവർ, ഇവിടെ ദീൻ പഠിപ്പിച്ചവർ, നാളിതുവരെയായി നമ്മുടെ മഹാപണ്ഡിതന്മാർ നമ്മുടെ നാടുകളിൽ സ്ഥാപിച്ചു പോന്ന മസ്ജിദി ദർസുകളും മദ്രസകളും അതിനെ പിന്തുടർന്ന് അതിന്റെ പിന്തുടർച്ചയാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടക്കുന്ന ദഅവ കോളേജുകൾ എന്ന് പറയുന്നത്. പഴയകാലത്ത് മസ്ജിദുകളിൽ പഠിച്ചിരുന്ന ശാസ്ത്രവും കണക്കും ലോഗരിതവും അഫ്ലാക്കും യുക്ലൈറ്റ്സും അങ്ങനെയുള്ള പിന്നീട് ദർസുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് പോയ അവയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് ദഅവ കോളേജുകൾ. 50-ലേറെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് മദീനത്തുൻ നൂർ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നൂർ എന്നാണ് ഈ നാട്ടിന് ആദ്യമേ ആരോ പേര് വെച്ചിട്ടുള്ളത്. ദുന്നൂർ, ബുന്നൂർ. ദു എന്നതിന് ബു എന്ന് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് അറബിയിൽ, ബു ബഥൻ. ആ അർത്ഥത്തിലാണ് ബു നൂർ, നൂറിന്റെ പ്രദേശം എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ തന്നെ മദീനത്തുൻ നൂർ എന്നീ സ്ഥാപനത്തിന് നാമകരണം ചെയ്യപ്പെട്ടു. ഇതിന്റെ ആദ്യത്തെ തുടക്കം ഇഷാദ് സുന്ന ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിനു മുമ്പ് ഇഷാദ് സുന്ന അറബിക് കോളേജ്, അതിന്റെയും മുമ്പ് ചില ദർസുകൾ പൂനൂർ കേന്ദ്രീകരിച്ച് നടന്നതിന്റെ ഗ്രാജ്വൽ ഗ്രോത്ത് ആയിട്ടാണ് ഇത് വന്നത്. പിന്നീട് ഈ ക്യാമ്പസിൽ വന്നിട്ടുള്ളത് മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ നേരിട്ട് വന്നിട്ടുള്ള ഈ മർക്കസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പൂനൂരിലെ ഞങ്ങളുടെ അടിസ്ഥാനപരമായ സ്ഥാപനം തുടങ്ങുന്നതിന് അതിനെല്ലാറ്റിനും മുൻപന്തിയിലുണ്ടായിരുന്ന, ഞങ്ങൾക്കെന്നും ആവേശവും റൂഹിയായ നേതൃത്വവും ആയിരുന്ന സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ അവേലത്ത് തങ്ങൾ, അവരുടെ സ്മരണ ഇവിടെ അയവിറക്കുകയാണ്. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ദഅവത്തിന്റെ മേഖലയിൽ സധൈര്യം വരികയും വളരെ ഊണും ഉറക്കവും ഒഴിച്ച് സഞ്ചരിച്ചും ഇരുന്നും ഓടിയും മഹാനവർകൾ നടത്തിയിട്ടുള്ള പടയോട്ടത്തിന്റെ ഫലങ്ങളാണ് പൂനൂരിലും പരിസര പ്രദേശങ്ങളിൽ കാന്തപുരത്തും എല്ലാം കാണുന്നത്. ബഹുമാനപ്പെട്ടവർ പിന്നീട് മർക്കസിന്റെ നായകത്വവും SYS-ന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും ഉൾപ്പെടെയുള്ള കേരളത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവസാന വിയോഗം വരെയും വളരെ ദീനിന്റെ മാർഗത്തിൽ തന്നെ അവിടുത്തെ ജീവിതം ചെലവഴിക്കുകയും ചെയ്തു. അല്ലാഹു അവരുടെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ സഹോദരൻ വലിയ തങ്ങൾ അവர்களுം അതുപോലെ അവരുടെ പിതാമഹന്മാരും എല്ലാം ആ സഞ്ചാരം ഈ നാട്ടിലേക്കാണ് ഈ യഥാർത്ഥത്തിൽ ഈ നൂറ് കൊണ്ടുവന്നിട്ടുള്ളത്. തുടർന്ന് അവരോടൊപ്പം നിന്ന അക്കാലഘട്ടത്തിലെ പൂനൂരിലെ പണ്ഡിത പ്രതിഭയായിരുന്ന കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ഇതിന്റെ തൊട്ടടുത്ത വീടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഈ ഇടവഴിയിലൂടെ എല്ലാ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നിരന്തരമായി ആളുകൾ സഞ്ചരിക്കുന്നത് കാണാം. അതിൽ മഹല്ല് കാരണവന്മാരും പണ്ഡിതന്മാരും മസ്അല പ്രശ്നങ്ങളും പലതുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരുമായിരുന്നു. ആ റൂട്ടിന്റെ, ആ ഇടവഴിയുടെ പരിസരം പിന്നീടൊരു വിജ്ഞാനത്തിന്റെ നഗരമായി മാറി. ആ തങ്ങളവറുകളുടെയും അവരുടെയും ഈ നാട്ടിലെ നേതൃത്വം അതിലേക്ക് ബഹുമാനരായ ഉസ്താദവറുകളുടെ സാന്നിധ്യവും പിന്നീട് പൂനൂരിൽ ഈ SYS-ന്റെയും പ്രവർത്തനത്തിന്റെയും കീഴിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ വന്നു. പൂനൂരിലെ അന്നത്തെ കാരണവന്മാർ അതിൽ വളരെ വലിയ സഹായം ചെയ്തു. എല്ലാവരെയും ഞാനിവിടെ അയവിറക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
ബഹുമാന്യരായ PT ഹുസൈൻ മുസ്ലിയാർ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ഈ മഹല്ലത്തുകാരനായിരുന്നു. അതുപോലെ ഇതിന്റെ തൊട്ട അയൽവാസിയായിരുന്ന എൻ്റെ വല്യുപ്പ TK അഹമ്മദ് ഹാജ് എന്നും ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവേലം മഹല്ലിലെ ധാരാളം കാരണവന്മാർ, അവേലം ഈ മഹല്ലിനാണ് അവേലം മഹല്ല് എന്ന് പറയുക. ഞങ്ങളുടെ അറിയപ്പെട്ട അവേലം കാന്തപുരം മഹല്ലിലും ആണ്. അത് പുഴയുടെ രണ്ടു വശത്താണ്. ഈ പൂനൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി MK ബീരാൻ ഹാജി ആയിരുന്നു. അദ്ദേഹം കാരണവന്മാരുടെ കൂട്ടത്തിൽ സ്വന്തം സ്വത്ത് കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കി പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇഷാദ് സുന്നയുടെ കീഴിൽ അറബി കോളേജ് തുടങ്ങുന്നതിന് അദ്ദേഹം സ്വന്തമായ ഒരു ഭൂമിയുടെ ഒരു കഷ്ണം തരികയും സ്വന്തം ഒരു ബിൽഡിംഗ് ഒരു ഗ്രൗണ്ട് ഫ്ലോറെങ്കിലും അദ്ദേഹം പൂർത്തിയാക്കി ഏൽപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് സംഘടനയ്ക്ക് കീഴിൽ സ്കൂളുകളും മറ്റും വരുന്നത്. അതിൽ മർക്കസ് കൗസുനിയെ സ്ഥാപിച്ചിട്ടുള്ള പൂനൂർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററും അത് സ്ഥാപനത്തിന്റെ വളർച്ചയിൽ വലിയ മുന്നേറ്റമായി. അബുദാബിയിലെ മഹാനായ സയ്യിദ് അഹമ്മദ് അൽ ഉതൈബ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അദ്ദേഹത്തിന്റെ വകയായി സ്ഥാപിച്ചിട്ടുള്ള മദ്രസത്തുൽ ഉതൈബിയയും അതിന്റെ വരുമാന സ്രോതസ്സുകളും അൽഹംദുലില്ലാഹ് അദ്ദേഹം നല്ലൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ നാടിന് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അൽ സഹറ കിഡ്സ് ഗാർഡൻ എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടവും പണിതിട്ടുള്ളത്. ഇവിടെ ഈ ക്യാമ്പസിലേക്ക് മാറിയതിനു ശേഷം ഖത്തറിലെ ഷെയ്ഖ് അബ്ദുള്ള ഖലീഫ അദ്ദേഹം ഒരു കെട്ടിടം നമുക്ക് പണിതു തന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അദ്ദേഹവും മറ്റൊരു കെട്ടിടം ഈ കെട്ടിടത്തിന്റെ വരുമാനത്തിന് വേണ്ടിയും സമ്പന്നരുടെ മക്കൾക്ക് ദീൻ പഠിക്കുന്നതിന് വേണ്ടിയും നൽകി. ഇവിടെ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മൗലവി കോഴ്സ്, മതപഠനം നടത്തുന്ന കോഴ്സാണ് ഈ സ്ഥാപനത്തിൽ നടത്തുന്നത്. അതോടൊപ്പം അവർക്ക് +2 ഡിഗ്രി, യൂണിവേഴ്സിറ്റിയുടെ പല ഡിഗ്രികളും പഠിപ്പിക്കുന്നുണ്ട്. ഡിഗ്രി പഠിച്ച കുട്ടികളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദിലെ മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയിൽ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ, ബാംഗ്ലൂരിലെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ അവർ ഉപരിപഠനം നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടുണ്ട്. UK-യിലെ, ലണ്ടനിലെ മറ്റു സ്ഥാപനങ്ങളിലും പഠിക്കുന്നവരുണ്ട്. തുർക്കി ഗവൺമെന്റ് നടത്തിയ മത്സര പരീക്ഷയിൽ വിജയം നേടി നമ്മുടെ സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി ഇന്ന് അങ്കറയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വത്തിക്കാനിൽ പുതിയ പോപ്പ് സ്ഥാനാരോഹണം ചെയ്തതിനു ശേഷം മുസ്ലിം പണ്ഡിതന്മാരുടെ ഡെലിഗേഷനെ സൗഹാർദ്ദ സന്ദർശനത്തിന് വേണ്ടി ക്ഷണിച്ച കൂട്ടത്തിൽ മദീനത്തുന്നൂറിന്റെ ഒരു പ്രൊഡക്റ്റ്, ലണ്ടനിലുള്ള ഒരു നൂറാനി വത്തിക്കാൻ സന്ദർശിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദുബായിലും സൗദി അറേബ്യയിലും എല്ലാമുള്ള മർക്കസിന്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അവിടെ റിലീജിയസ് ആയിട്ട് നേതൃത്വം കൊടുക്കാനും സ്ഥാപന നായകത്വം ഏറ്റെടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പുറത്തേക്ക് കടന്നാൽ കർണാടകയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഗുണ്ടിൽപേട്ടയിലും മൈസൂരിലും ബാംഗ്ലൂരിലും തുംകൂരിലും, തുടർന്ന് വെസ്റ്റ് ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ, വെസ്റ്റ് ബംഗാൾ, ആസാം, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൊൽക്കത്തയിലെ സ്ഥാപനങ്ങളിൽ നിറയെ പ്രവർത്തിക്കുന്നത് നൂറാനി ബ്രദേഴ്സാണ്. അതോടൊപ്പം ഗുജറാത്തിൽ നമുക്ക് ആദ്യമായി ഒരു കെട്ടിടവും സൗകര്യവും ലഭിച്ചു. അവിടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത് ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നൂറാനി അസോസിയേറ്റായി പ്രവർത്തിക്കുന്ന മൗലാന ബഷീർ അഹമ്മദ്, അതുപോലെ UP-യിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അസോസിയേറ്റായി പ്രവർത്തിക്കുന്ന മൗലാന അബ്ദുൽ ജലീൽ, അതുപോലെ സഖാഫി പണ്ഡിതന്മാർ, അവര് UP-യിലെ ഉത്തരാഖണ്ഡിലെയും കശ്മീരിലെയും പല ഭാഗങ്ങളിലും, അതോടൊപ്പം കൊണ്ടോട്ടിയിലെ ബുഖാരി കോളേജിലെ വിദ്യാർത്ഥികൾ, അങ്ങനെ പലരും ഞങ്ങളോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ചുരുക്കി പറയുന്നു 50% റിസോഴ്സ് കൊടുത്തിരിക്കുന്നത് മുഴുവനും ഈ സ്ഥാപനത്തിൽ നിന്നാണ് എന്നത് നാട്ടുകാരായ സഹകാരികളായ പ്രവർത്തകർക്ക് സന്തോഷിക്കാനുള്ളൊരു കാര്യമാണ് എന്ന നിലക്ക് മാത്രം ഞാനിവിടെ ഓർക്കുകയാണ്.
ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ സാമ്പത്തിക വരുമാനങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ പുറം നാട്ടുകാരാണ് തരുന്നത് എന്നതും ഒരു വസ്തുതയാണ്. നാട്ടുകാർ തീരെ ഒന്നും തരാതെയില്ല. അവരും വളരെ, പ്രത്യേകിച്ച് മാർക്കസ് ഗാർഡൻ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയുണ്ട്. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫിസിക്കൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരാണ് നേതൃത്വം നൽകുന്നത്. അവരാൽ കഴിയുന്ന സാമ്പത്തിക സഹായവും അവർ ചെയ്യാറുണ്ട്. അതുപോലെ നാട്ടുകാരും ചെയ്യാറുണ്ട്. അതേസമയത്ത് ബോംബെയിലുള്ള ഒരു നല്ല മനുഷ്യൻ 10 വർഷത്തിലേറെക്കാലമായി ഈ സ്ഥാപനത്തിലെ 10 മുതഅല്ലിമീങ്ങളുടെ ചെലവ് വഹിക്കുന്നു. അബുദാബിയിലെ വലിയൊരു കച്ചവടക്കാരൻ, അദ്ദേഹവും 10 വിദ്യാർത്ഥികളുടെ ചെലവ് എത്രയോ വർഷമായി വഹിക്കുന്നു. ബാക്കിയുള്ളത് ഒരു കുട്ടിയുടെയും 2 കുട്ടിയുടെയും അതുപോലെ പലരുടെയും ചെലവുകൾ വഹിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ സദസ്സിലിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സഹായം കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. സ്വയം പര്യാപ്തതയിലേക്ക് വരാനുള്ളൊരു പ്ലാനിന്റെ ഭാഗമായി ഇവിടെ കിഡ്സ് ഗാർഡൻ എന്ന് പറഞ്ഞ നഴ്സറി സ്കൂളിന്റെ അതിൽ ശേഷിക്കുന്ന വരുമാനം ഈ സ്ഥാപനത്തിന്റെ സ്രോതസ്സാണ്. അതോടൊപ്പം ഈ കെട്ടിടം പണിതു തന്ന, കോളേജ് പണിതു തന്ന ആൾ, അദ്ദേഹത്തിന്റെ സഹോദരൻ മൾട്ടിപർപ്പസ് വെച്ചുകൊണ്ട് പണിതു തന്ന മറ്റേ കെട്ടിടം, അതിൽ സമ്പന്നരുടെ മക്കളെ ദീനും ദുനിയാവും പഠിപ്പിക്കുകയും അവരോട് ഓരോ ബെഡിന് വാടക ഈടാക്കി അത് ഇവിടുത്തെ വരുമാനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് 40% വരുമാനം, ചെലവിന്റെ 40% സ്വയം പര്യാപ്തമായിട്ടുണ്ട്. ബാക്കിയും കൂടെ പൂർത്തിയാകാനുള്ള ശ്രമത്തിലാണ്. ഈ പറമ്പിന്റെ മേൽഭാഗത്തൊരു കെട്ടിടമുണ്ട്. അത് 1 കോടിയോളം ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി 1 കോടിയും കൂടെ ചെലവഴിച്ചാലേ അത് പൂർത്തിയാക്കാൻ ആവുകയുള്ളൂ. അതും കൂടെ പൂർത്തിയായാൽ ഒരുപക്ഷെ നമുക്കൊരു 80%-ത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇവിടെ ഇനി ഇതിന് കൂടുതൽ വളരാനില്ല. ഇനി മറ്റു ക്യാമ്പസുകളാണ് ഇതിന് വളർന്നു വരുന്നത്. ഇവിടെ ഇപ്പോൾ ഡിഗ്രി മാത്രം പഠിപ്പിക്കുന്ന ഒരു ഡിഗ്രി ഗ്രാജുവേറ്റ് കോളേജാണ്. +2 ഇവിടെ പഠിപ്പിക്കുന്നില്ല. +2 സിസ്റ്റം ഉള്ളത് കാന്തപുരം അസീസിയയിലും ബുസ്താനാബാദിലും അതുപോലെ നോളജ് സിറ്റിയുടെ പരിസരത്തുള്ള ദാറുൽ ഹിദായ കോളേജിലും 3 സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അവിടെയെല്ലാം ഓരോ സ്ഥലത്തും 30 കുട്ടികൾ വീതമുണ്ട്. ഇനി അവർക്ക് എല്ലാവർക്കും കൂടെ ഡിഗ്രിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയില്ല. തീർച്ചയായും ഡിഗ്രിയുടെ ഒരു കോളേജ് ഈ വരുന്ന ക്യാമ്പസുകളിൽ പല സ്ഥലത്തും തുടങ്ങേണ്ടി വരും. ഒരു വർഷവും 100 ചില്ലാനം കുട്ടികൾ അപേക്ഷ തേടി വരുമ്പോൾ അതിൽ ആദ്യകാലത്ത് 25 കുട്ടികളെ മാത്രം എടുത്തിരുന്നു. പിന്നീട് എല്ലാ കുട്ടികളെയും എടുക്കുക എന്നൊരവസ്ഥ വന്നു. റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഇഷ്ടമുള്ള 25 കുട്ടികൾക്ക് ഇവിടെ ചേരാം. അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്ടമുള്ള 25 കുട്ടികൾക്ക് അടുത്തൊരു സ്ഥലത്ത് ചേരാം. അങ്ങനെയുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിലെ അൽ ഫിർദൗസിലും എറണാകുളത്തെ അൽ ഇഹ്സാനിലും തൃശ്ശൂരിലെ അൽ ബാഖിയാത്തുസ് സാലിഹാത്തിലും അതുപോലെ നമ്മുടെ മറ്റ് മടവൂർ CM സെന്ററിലെ ദഅവ കോളേജിലും കട്ടിപ്പാറയിൽ അൽ ഇഹ്സാൻ കോളേജിലേക്കുമെല്ലാം മമ്പീരിയിലെ കോളേജിലേക്കുമെല്ലാം ഇടക്കാലത്ത് നമ്മുടെ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന മുഴുവൻ കുട്ടികളെയും ഇൽമ പഠിക്കാൻ വേണ്ടിയാണല്ലോ അവർ വരുന്നത്. അവരെ മുതഅല്ലിമിന്റെ സ്റ്റൈലിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പോളിസിയാക്കി എടുത്തതിന് ശേഷം ഇപ്പൊ എത്ര വിദ്യാർത്ഥികൾ വന്നാലും അൽഹംദുലില്ലാഹ് കേരളത്തിൽ നമുക്ക് 50 കോളേജുകൾ ഉണ്ട്. 1250 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ന് സുന്നി പ്രസ്ഥാനത്തിന്റെ കീഴിൽ കേരളത്തിലുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ ക്യാമ്പസിന്റെ ഒരു തുടക്കം 10 വർഷങ്ങൾക്ക് മുമ്പ് ദ ഹിന്ദു പത്രം എഴുതുകയുണ്ടായി. ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റുഡൻസ് ഫ്രം വേസ്റ്റ് ടു ഇംഗ്ലീഷ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസത്തിന് പടിഞ്ഞാറു നിന്ന് ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വന്നു എന്ന്. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരു മികവ് കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ ആസൂത്രണം കൊണ്ടോ നടന്നതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അള്ളാഹുവിന്റെ നിയോഗപ്രകാരം മാത്രം നടന്നിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ കാനഡ ഹൗസ് എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. പണ്ട് പരപ്പനങ്ങാടിയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ നാടുകടത്തിക്കൊണ്ടുപോയ മലയാളികൾ അവരുടെ കൂടെയും ഒരു ദാഴി പോയിരുന്നു. പൊന്നാനിയിൽ നിന്നുള്ളൊരു മൊല്ലാഖ. അദ്ദേഹം ഫിജിയിൽ ചെന്ന് മഊനത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടാക്കി. ഫിജിയിൽ നിന്ന് ആളുകൾ കുടിയേറി കാനഡയിലേക്ക് പോയപ്പോൾ കാനഡയിൽ മഊനത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടാക്കി. അവർക്ക് ഇംഗ്ലീഷ് ടൈറ്റിലുള്ള മൗലിദ് വേണം. മദീനത്തുന്നൂറിൽ നിന്ന് ആ മൗലിദ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അവരുമായി ഒരു ലിങ്കായി ഇവിടെ കാനഡ ഹൗസ് വന്നു. അത് മുഖേന കാനഡയിൽ നിന്നുള്ളൊരു കുടുംബം ഒന്നിച്ച് ഇങ്ങോട്ട് വന്നു. തുടർന്ന് കാനഡയിൽ നിന്ന് പലരും വന്നു. പിന്നീട് അവർ മുഖേന ന്യൂസിലാൻഡ്,
ഫിജി, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, അമേരിക്ക, പല രാജ്യത്തുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ചു. ഇപ്പോഴും 10-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ, വിദേശികളായ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ വിദേശികളായ പല പ്രതിനിധികളും നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത്. അന്ന് കാനഡയിൽ നിന്ന് വന്ന ഖമറാസാദ്, അദ്ദേഹം ഞങ്ങളുടെ ബാലുശ്ശേരിയിലെ ഒരു എഞ്ചിനീയറുമായി പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരം കിനാലൂരിലെ ഗവൺമെന്റിന്റെ ഭൂമി കാണാൻ പോയി. ഗവൺമെന്റ് അത് വാടക കൊടുക്കുന്നവർ. അയാൾ പറഞ്ഞു, ഒരു 100-300 ഏക്കറിലേക്ക്, ഇത് ഗ്ലോബൽ സ്റ്റുഡൻസ് വില്ലേജ് ആണ്, ഇതൊരു സിറ്റി ആകണം. പക്ഷെ അന്ന് അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു വിഷൻ ഗ്രാജുവലി വലിയ വലിയ കാര്യങ്ങൾ തലയിലേക്ക് കയറ്റി തരുന്നതിൽ ഒരുപാട് ആളുകളുമായുള്ള സംഭാഷണങ്ങളും അവരുടെ ഉപദേശങ്ങളും അങ്ങനെ ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, മർക്കസിന് കീഴിൽ പ്രശസ്തമായ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നോളജ് സിറ്റി പ്രൊജക്ട് വരികയാണ്. അത് വിജയിച്ചു കാണാൻ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. അത് നമ്മുടെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൽമിന് വേണ്ടി ദാഹിക്കുന്നവരാണ് അറബ് നാട്ടുകാർ. സൗദി അറേബ്യയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, അവിടെ ഒരു കുട്ടിയെ വിളിച്ച് നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും എത്രയും ചോദിച്ചാൽ അറിയാത്ത കണ്ടമാന ആളുകളുണ്ട്. പല്ലു തേക്കാതെ സിഗരറ്റും വലിച്ച് റോട്ടിലൂടെ നടക്കുന്നവർ. മലയാളികള് സാധാരണ ഉറങ്ങുന്ന സമയം സൗദിയിൽ രാവിലെയാ. ജിദ്ദയിലൊക്കെ പോകുമ്പോൾ അന്നേ അവർ പറയും, കാറിൽ കാലി ബാഗൊന്നും കാറിൽ ഇട്ടേക്കരുത്, കാരണം ചില്ല് പൊട്ടിച്ച് കളയും. കാരണം അത്രയും ഒരു നിമിഷം കഴിഞ്ഞാൽ അങ്ങനത്തെ കുട്ടികളാണ് അവിടെയുള്ളത്. വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന അറബി കുട്ടികളുണ്ട് ഇവിടെ. പലപ്പോഴും മർക്കസിൽ അങ്ങനത്തെ കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾ താൽക്കാലികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. സ്ഥിരമായ സംവിധാനം അതിനുണ്ടാകണം. മർക്കസിന് കീഴിൽ ഈയിടെ പാറപ്പള്ളി മഖാം ഷരീഫിനടുത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള മർക്കസ് മാലിക്കുദ്ദീനാർ ഹ്രസ്വകാല ട്രെയിനിങ് കോഴ്സുകൾ വിദേശ വിദ്യാർത്ഥികൾക്കും അതുപോലെ നോർത്ത് ഇന്ത്യൻ ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്നലും ഇവിടെ നടന്ന ഡിസ്കഷനിൽ പലരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതാണ്. നമുക്കേറെ സൗകര്യങ്ങൾ വേണം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ചുരുക്കുകയാണ്. അപ്പോ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ ഓർക്കുകയാണ്. ഞാൻ നേരത്തെ മഗ്‌രിബിന് മുമ്പുള്ള പ്രഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ഗവൺമെന്റ് നീക്കിവെച്ച പണം ഇവിടുത്തെ പല മദ്രസക്കാരും വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഓരോ മഹല്ലും ആ പണത്തിന് പകരം പണം പിരിച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിക്കണം. അതിന് കോഴിക്കോട്ട് സമസ്തയുടെ കേന്ദ്രത്തിൽ ഓഫീസുണ്ട്, കാരന്തൂർ മർക്കസിലും ഓഫീസുണ്ട്. ഈ 2 സ്ഥലത്തും ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കിണർ കുഴിക്കാനും സ്കൂൾ ഉണ്ടാക്കാനും മദ്രസ നടത്താനും പള്ളി ഉണ്ടാക്കാനും ഉപയോഗിക്കും. മദ്രസ നവീകരണ ഫണ്ട് അവിടുത്തെ മദ്രസകളിൽ പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഉപയോഗിക്കും. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫിലിപ്പിറ്റിൽ നേപ്പാളിന്റെ ബോർഡറിൽ മർക്കസ് പണിത ഒരു വനിതാ കോളേജ്. 700 കുട്ടികളുണ്ട്. അതിൽ 400 കുട്ടികൾ താമസിച്ചു പഠിക്കുന്നവരാണ്. അതിന്റെ സംഘാടകൻ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. 12 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം കടമുണ്ട്. ഈ പണം നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. ഇന്ത്യയിലെ മൊത്തം രാജ്യത്തിന് വേണ്ടി വെച്ച മദ്രസ മോഡേണൈസേഷൻ ഫണ്ടിന്റെ പകുതിയിലേറെ വാങ്ങിയത് കേരളക്കാരാണ്. മോഡേണൈസേഷൻ ഫണ്ട് മദ്രസയിൽ ലാബും ലബോറട്ടറിയും തുടങ്ങാന്, ലൈബ്രറി തുടങ്ങാൻ, അവിടെ സയൻസും കണക്കും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പൈസയാണ്. അത് മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസയേ അല്ല. ഉത്തരേന്ത്യയിലെ ദർസുകൾക്ക് വേണ്ടിയാണ് അതുണ്ടാക്കിയത്. നമ്മുടെ ഇതിന്റെ പേര് മദ്രസ എന്നായതുകൊണ്ട് നമ്മളും അത് വാങ്ങുന്നു. അതുകൊണ്ട് അവിടെ അതൊന്നും പഠിക്കാത്ത ദർസുകളാണ്. അവിടുത്തെ കുട്ടികൾക്ക് കണക്കും സയൻസും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പണം നീക്കി വെച്ചിട്ടുള്ളത്. അതായാലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല, നമ്മുടെ ദാഴികൾക്ക് പുറത്തു പോകുമ്പോൾ അവർക്ക് ഒരുപാട് ചെലവുകളുണ്ട്. അതിന് ഈ അടുത്ത് ഞങ്ങൾ കൊടുവള്ളിയിലും ചെമ്മാട്ടും 2 ഗാദറിംഗ് നടത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ ആവേശം കാണിച്ചു. പലരും ആ നോർത്ത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി. ഇന്നലെ കുണ്ടൂരിൽ വെച്ച് ബംഗാളിലെ നമ്മുടെ സ്ഥാപനത്തിലെ കൊച്ചുകുട്ടികൾ വന്നപ്പോൾ 50,000-ഓളം രൂപ കുണ്ടൂരിൽ വെച്ച് ജനങ്ങൾ നൽകുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഒരു നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ അയൽവാസികളുടെ കയ്യിൽ നിന്ന് പലരും പള്ളി ഉണ്ടാക്കാനും മറ്റാവശ്യങ്ങൾക്കും പണം വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. മർക്കസിന് കീഴിൽ വർഷങ്ങളായി ചെയ്തു വരുന്ന ഈ ഒരു ദൗത്യം, വലിയൊരു മിഷൻ, അൽഹംദുലില്ലാഹ് ഒരു വലിയ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കശ്മീരിലുള്ള 10-ലേറെ സ്കൂളുകൾ, ഗുജറാത്തിലുള്ള 5 സ്കൂളുകൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ന് ബഷീർ സഖാഫി എന്നോട് പറഞ്ഞു. മാർച്ച് 15-ന്, മാർച്ച് 15 को ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ദഅവ കോൺഫറൻസ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഹമാരെ ഹനീഫ് ഭായ് അവിടെ കോൺഫറൻസ് നടത്താൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നമുക്ക് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ ഓരോ സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് വേണം, സഹായം വേണം. അജ്മീറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അഹമ്മദാബാദ് വഴി പോവുക, ഡൽഹിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഹൈദരാബാദ് വഴി പോവുക, കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നമ്മുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് അഡ്രസ് വാങ്ങിയിട്ട് പോവുക, മൈസൂരിലേക്ക് പോകുമ്പോൾ ഗുണ്ടിൽപേട്ട വഴി നിങ്ങൾ പോവുക. ആ വഴി പോകാറുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പോവുക. ഈ സമ്മേളനത്തിന്റെ കാര്യം ഞാൻ ഉണർത്തുകയുണ്ടായി. ക്യാമ്പ് സ്വഭാവത്തിൽ നടത്തിയ പ്രോഗ്രാമിന്, ഇതിന്റെ പ്രോഗ്രാമുകൾക്ക് സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പ്രസംഗത്തിനു ശേഷം ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് ദുആ ചെയ്യും. നമ്മളെ സ്ഥിരമായി സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്നവർ, ഈ കോൺഫറൻസിന് വേണ്ടി സഹായിച്ചിട്ടുള്ളവർ, അക്കൂട്ടത്തിൽ ഇവിടുത്തെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അയൽവാസികളും അയൽക്കൂട്ടവും സംഘടനാ പ്രവർത്തകരും അടക്കം, അതോടൊപ്പം പരിസരത്തെ വീടുകളിലെ മഹല്ലുകളിലെ സ്ത്രീകൾ അവർ ഭക്ഷണം ഉണ്ടാക്കി സപ്ലൈ ഇങ്ങോട്ട് ചെയ്യുകയും അങ്ങനെ എല്ലാം ഒരുപാട് സഹായങ്ങൾ ഇവിടേക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഈ പരിപാടി ഹ്രസ്വമായ അറബി വാക്കുകളിൽ യമനിൽ നിന്ന് വന്ന സയ്യിദ് അവറുകൾ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം മലയാളത്തിൽ ബഹുമാന്യരായ മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകൾ ഒരു 15 മിനിറ്റ് സമയം സംസാരിക്കും. അതിനുശേഷം ഉസ്താദിന്റെ 1 മണിക്കൂറിൽ കവിയാത്ത ഒരു മദ്ഹുർ റസൂൽ പ്രഭാഷണം ഉണ്ടാകും. ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ് അവറുകൾ, അതുപോലെ ധാരാളം പണ്ഡിതന്മാർ ഈ സദസ്സിലും വേദിയിലും ഉണ്ട്. അവരെല്ലാം സൗകര്യം പോലെ സംസാരിക്കും. അതിനിടയ്ക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുമുണ്ട്. എല്ലാം ഈ സമയത്തിനിടയിൽ നടക്കും. ഈ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ മുഴുവൻ നേതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രാർത്ഥന നടത്തിയ ഇവിടുത്തെ അധ്യക്ഷൻ ബഹുമാന്യരായ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖീഹ് തങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിലെ പ്രകാശമാണ് ഇന്ന് സൈനുൽ ആബിദീൻ തങ്ങൾ. മലേഷ്യയിലെ ദീർഘകാല പ്രവാസം അവസാനിപ്പിച്ച് ഇനി ഞാൻ ഉസ്താദിന്റെ കൂടെ ഖിദ്മത്തിലായി ഈ സർവീസിൽ പിന്തുണച്ചുകൊണ്ട് നിൽക്കും എന്ന് പ്രഖ്യാപിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് മക്കളും കുടുംബവും ഒന്ന് കാനഡയിലാണ്, ഒന്ന് ഓസ്ട്രേലിയയിലാണ്, തങ്ങളെല്ലാം ഒഴിവാക്കി ഇന്ന് നമ്മുടെ സ്റ്റേജുകളിൽ നിരന്തരം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യപരമായി പ്രശ്നമുണ്ട്, എന്നാലും നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ചെറിയ പരിപാടികൾക്ക് പോലും വിളിച്ചില്ലെങ്കിൽ പരാതിയല്ലാതെ ഒരിക്കലും വരാൻ പറഞ്ഞതിന്റെ പേരിൽ യാതൊരു വിഷമവും അവിടുന്ന് കാണിക്കാറില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിற்கு ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ സ്വാഗതം പറയുന്നു. വന്യരായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ വിദേശ യാത്രയിലാണ്. അവരെല്ലാം ഈ അനാരോഗ്യകാലത്തും നിരന്തരമായ യാത്രയിലാണ്. എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നമുക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അവരുടെ മകൻ സയ്യിദ് സൈൻ ബാഫഖി അവർകൾ ഇവിടെ സദസ്സിൽ വന്നിട്ടുണ്ട്. ബഹുമാന്യരായ കട്ടിപ്പാറ ഉസ്താദ് അവർകൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഗവേണിംഗ് ബോഡിയിലെ സ്ഥിരം ചെയർമാനാണ്. നമ്മുടെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ബഹുമാനപ്പെട്ടവരെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. സയ്യിദ് അബ്ദുൽ ഫത്താഹ് അഹ്ദൽ തങ്ങൾ, അതും ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വന്യരായ പിതാവിന്റെ പാതയിൽ തന്നെ ഇന്ന് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒട്ടേറെ ഉപസമിതികൾ, ഏതൊരു ഉപസമിതി ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഫത്താഹ് തങ്ങൾ ഒരു മെമ്പറായിക്കോട്ടെ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, ഒരു നേതൃത്വ ശൈലിയിലേക്ക് മഹാനായ തങ്ങളവറുകൾ ഉയർന്നു വന്നത് നമ്മുടെ ഈ നാട്ടിന്റെ വളർച്ചയിൽ ഇനിയും അത് നമുക്ക് വലിയ സഹായമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്കും കുടുംബത്തിനും അവിടുത്തെ ഉമ്മയ്ക്കും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആ കുടുംബം സഹിച്ച ത്യാഗത്തിന്റെ ബറക്കാത്തുകൾ തിരിച്ചു നൽകുമാറാവട്ടെ, ബറക്കത്ത് ചുരിമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യരായ മർക്കസ് എക്സലൻസി ക്ലബിന്റെ പ്രസിഡന്റ് AP അബ്ദുൽ കരീം ഹാജി ചാലിയ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ബാബ ഹാജി അവരുടെ പിതാവ്, ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ഈ പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ അന്ന് ദർസ് നടത്താൻ വേണ്ടി ഒരു ഓപ്പൺ ഓഡിറ്റോറിയം മൈസൂരിലെ ശ്രീരംഗപട്ടണത്ത് കണ്ടൊരു മോഡൽ അന്ന് ഇവിടെ വന്നുണ്ടാക്കിയതാണ്.
ബാബാഹാജിയാണ് അന്ന് അതിന് 2 ലക്ഷത്തോളം വരുന്ന രൂപ നൽകിയത്. അത് ഞങ്ങൾ മനോഹരമായി ഉണ്ടാക്കിയിരുന്നു. അത് പിന്നീട് പോളിഗ്ലോട്ടിക് സെന്റർ വളരെ ഭംഗിയായി അത് നടന്നിരുന്നു. പിന്നീട് ഈ പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ആ കെട്ടിടം പൊളിച്ചു. അത് ഓടിട്ട ചുമരില്ലാത്ത ഒരു പ്രത്യേക സ്റ്റൈലുള്ള കെട്ടിടമായിരുന്നു. സിറിയൻ ഒരു വൈദ്യൻ ഖത്തറിൽ നിന്ന് വന്നപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഇവിടുത്തെ നാട്ടിൽ നിന്ന് ഒരു ആശാരിയെയും കൂട്ടിക്കൊണ്ടുപോയി ഖത്തറിൽ അതേ മോഡൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി. നമ്മുടെ ഈ മസ്ജിദ് ഖലീഫയുടെ തറക്കല്ലിടാനും ബാബാഹാജിയായിരുന്നു വന്നത്. അദ്ദേഹത്തിന്റെ കൈക്ക് ഒരു പറക്കത്തിന് തൊട്ട പെട്ടെന്ന് തീരും. ആ പള്ളിയൊക്കെ വളരെ പെട്ടെന്നാണ് നമുക്ക് പള്ളി പൂർത്തിയാക്കാൻ സാധിച്ചത്. ബാബാഹാജിയുടെ ഖബറിടം അല്ലാഹു തആല പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബാബാഹാജി അവരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ തുടങ്ങി. പറയാൻ പോയപ്പോൾ തന്നെ 1 ലക്ഷം രൂപ എടുത്തു തന്നു. കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ വെച്ച് അന്നത്തെ കലക്ടറായിരുന്ന ജയ് തിലക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എല്ലാം വെള്ളത്തിലേക്കിട്ട് കിട്ടിയ കുട്ടികളാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഇവരുടെ എന്താ സംസാരിക്കുക, എനിക്ക് അറബി അറിയില്ലല്ലോ. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചു. കുട്ടികൾ നന്നായി പ്രതികരിച്ചു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. അന്ന് വരുമ്പോൾ ബാബാഹാജി 1 ലക്ഷം റുപ്യയും കൂടെ കൊണ്ടു തന്നു. പിന്നീട് ആ കോഴ്സ് ഇവിടെ പൂർത്തിയായി നടന്നു. ആ പൈസ തീർന്നിട്ട് എത്രയോ സമയം. പക്ഷെ ഞാൻ ആ കണക്ക് കൊടുക്കാൻ പിന്നെ പോയിട്ടില്ല. കാരണം എന്തെങ്കിലും ഒരു റിസൾട്ട് വന്നതിന് ശേഷം പോകാം എന്ന് കരുതിയിട്ട്. അൽഹംദുലില്ലാ മറ്റു സഹായങ്ങൾ കരീമാജിനോട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ്, ഈ കണക്കിൽ വാങ്ങാൻ വേണ്ടി. അൽഹംദുലില്ലാ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ, അതുപോലെ നമ്മുടെ SSF ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഇന്ന് കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട്. മദീനത്തുന്നൂർ കോച്ചിങ് സെന്റർ അറിയപ്പെട്ടതല്ല, സൈലന്റ് ആണ്. കഴിഞ്ഞ എക്സാമിൽ ഞങ്ങളുടെ 6 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കിരുന്നു. അതിൽ 5 പേരും അതിന് മുമ്പത്തെ വർഷത്തെ കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങി. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അഥവാ കഴിഞ്ഞ വർഷം 185 മാർക്ക് കിട്ടിയ കുട്ടികളാണ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യരാകുന്നത്. ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും 200-ന് മുകളിൽ മാർക്ക് കിട്ടി. പക്ഷെ യോഗ്യതാ മാർക്ക് ഈ വർഷം 235 പോയി. അതിലൊരു കുട്ടിക്ക് 35-ന് മുകളിൽ കിട്ടി. അങ്ങനെ ഫൈനൽ എക്സാം ഈ കഴിഞ്ഞ മാസം എഴുതി. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അത്രയും എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. അത് ഏറ്റവും നല്ലൊരു സിസ്റ്റമാറ്റിക് ആയുള്ള ട്രെയിനിങ് ഇവിടെ വിദഗ്ധനായൊരു ട്രെയിനർ ജനാബ് ഷംഷീർ മാഷ് അത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ വിദ്യാർത്ഥികൾക്കും ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ പരസ്യം കുറഞ്ഞ ഒരു സ്ഥാപനമായതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാത്തത്. എങ്കിലും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ബഹുമാന്യരായ നമ്മുടെ വിദേശ പ്രതിനിധികൾ, ദുബായ് മർക്കസ് പ്രസിഡന്റ് കട്ടിപ്പാറ അബൂബക്കർ മുസ്ലിയാർ, മടവൂർ CM സെന്റർ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ബാക്കവി, റാസൽ ഖൈമയിലെ നമ്മുടെ ഏറ്റവും വലിയ സഹകാരിയും കേരളത്തിൽ ഒരുവിധ പണ്ഡിതന്മാർ ധരിക്കുന്ന എല്ലാ ഗന്തൂറയുടെയും ദാതാവുമായ അബ്ദുറഹ്മാൻ ഹാജി റാസൽ ഖൈമ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം നൽകുന്ന ബഹുമാനായ സയ്യിദ് അലവി മഷ്ഹൂർ ആറ്റത്തങ്ങൾ, ഈ സ്ഥാപനത്തിലെ ഹദീസ് വിഭാഗം തലവൻ ബഹുമാന്യരായ കൊടുവള്ളി ഹുസൈൻ മുസ്ലിയാർ ഫൈസി അവർകൾ, ബഹുമാന്യരായ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങളവർകൾ, അവരുടെ മകനും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ചെന്നൈയിലെ ബഹുമാന്യരായ മൻസൂർ ഹാജി മർക്കസിന്റെ തമിഴ്നാട് സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. മർക്കസിന് വേണ്ടി അവിടെ എന്തും സ്വീകരിക്കാനുള്ള പവർ ഓഫ് അറ്റോർണി ഉസ്താദ് മൻസൂർ ഹാജിക്ക് നൽകിയിട്ടുണ്ട്. ഫിജിയിൽ നിന്ന് വന്ന ഡോക്ടർ സാഹിബ്, അതേപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു മർക്കസ് ജനറൽ മാനേജർ ബഹുമാനരായ സി ഉസ്താദ് അവർകൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഉടനെ നമ്മോട് സംസാരിക്കും. കർണാടകയിൽ നിന്നും എല്ലാം ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മർക്കസിന്റെ എക്സലൻസി ക്ലബ് സെക്രട്ടറി ബഹുമാനരായ മൂസ ഹാജ് മുങ്ങാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മഗ്രിബ് വരെ നിൽക്കണം, മഗ്രിബിന് ശേഷം പിന്നെ നിങ്ങൾക്കുള്ള പരിപാടി ആയതുകൊണ്ട് മുങ്ങാൻ ഞാൻ പറയൂല. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പണ്ടേ കാലത്തെ പൂനൂരിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി എൻ്റെ പ്രത്യേകിച്ചും പേഴ്സണലി എൻ്റെ ഒരുപാട് വിദേശയാത്രകളിൽ എൻ്റെ കൂട്ടാളിയായി ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മൂസ ഹാജി. നമ്മുടെ
ബഹുമാനരായ വയനാട് ഖാദി ഹസൻ മുസ്ലിയാർ അവர்கள் എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അബുദാബിയിലെ മർക്കസ് പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി, അദ്ദേഹം അബുദാബി കമ്മിറ്റിയാണ് ഞങ്ങളുടെ ഈ പരിപാടിക്കുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. സംഖ്യ ഞാനിവിടെ പറയുന്നില്ല, അത് പറയുമ്പോൾ ആൾക്കാരെ വിചാരിക്കും വലിയ സംഖ്യ തന്നെ ആവശ്യമില്ല. പക്ഷെ വലിയ ചെലവുകൾ നമുക്കുണ്ട്. അൽഹംദുലില്ലാ അബുദാബിയിൽ നിന്ന് 3.5 ലക്ഷം രൂപ അവിടുത്തെ കമ്മിറ്റി നമുക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. ബഹുമാന്യരായ ഇശാഅത്ത് സുന്നയുടെ ദീർഘകാലമായി മാനേജറായി നേരത്തെ മുദരിസായും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട വി ബീരാൻകുട്ടി ഫൈസി അവർകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചരിത്രകാരനും എഴുത്തുകാരനും നമ്മുടെ പല വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഗൈഡുമായിട്ടുള്ള പറമ്പത്ത് മജീദ് ഫൈസി അവർകൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ പാരന്റിൽപ്പെട്ട ബഹുമാന്യരായ പെരിഞ്ഞനം ഫൈസി അവർകൾ, അതുപോലെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ വസീം, അദ്ദേഹത്തിന്റെ പിതാവ് തമിഴ്നാട്ടിലുള്ള അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോർ ഉസ്താദ് അവിടെ പോയിട്ട് 24 മണിക്കൂർ കൊണ്ട് വലിയൊരു പരിപാടി നടത്തി. 200 മദ്രസകളെ സംയോജിപ്പിച്ചു. നമ്മുടെ ബഷീർ നൂറാനി ചെന്ന് അവിടെ 6 മാസം പ്രവർത്തിച്ചു. 200 മദ്രസകളെ സംയോജിപ്പിച്ചു. അതിനുശേഷം വലിയൊരു ഓഡിറ്റോറിയത്തിൽ വലിയ പ്രോഗ്രാം നടത്തി. അവിടെ SYSന്റെ മേൽഘടകം ഉണ്ടാക്കി. അതിനെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ബഹുമാന്യരായ ഇൻഡോറിലെ മഖ്സൂദ് ബായ്, ഇപ്പൊ നോളജ് സിറ്റിയുടെ വരുന്നപ്പോ അയാൾ അതിന്റെ പരിസരത്ത് ഒരു 2-3 ഏക്കർ സ്ഥലം വന്ന് വാങ്ങിച്ചു. ഒന്നുമല്ല, എപ്പോഴെങ്കിലും ഇവിടെ വന്നു പോകാനുള്ളൊരു കാരണം ആവാൻ വേണ്ടി അവിടെ വലിയൊരു ഭൂമിയും കെട്ടിടവും എല്ലാം इंशा अल्लाह उस्ताद ने इंशा अल्लाह अभी यहाँ हैंड ओवर करने वाले हैं. मकसूद भाई और इनके भाई इकबाल भाई दोनों आ चुके हैं. അവരുടെ ഉമ്മ ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ ഈ ഞാൻ മുന്നിൽ കാണുന്നവരും സദസ്സിലിരിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പരിപാടി ഞങ്ങൾ വളരെ ലളിതമായി നടത്തിയത് കൊണ്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. എല്ലാവരും പൊരുത്തപ്പെടണം. SYSന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ മാവിന്റെ ചുവട്ടിലും പല സ്ഥലത്തും ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ഇത് വളരെ ഹ്രസ്വമായി ലളിതമായി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതുകൊണ്ട് എന്ത് ന്യൂനതകളുണ്ടെങ്കിലും പൊരുത്തപ്പെട്ടു തരണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നേർന്നുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ബംഗാളിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കുണ്ടൂരിൽ നിന്ന് 1.5 ലക്ഷം രൂപ കിട്ടിയ ബംഗാളിലെ കുട്ടികൾ അവർ കൂപ്പണുമായിട്ട് പുറത്തുണ്ട്. പോകുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കണം. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ ഒരു മാഗസിൻ, അതിൽ പൂനൂരിന്റെ ചരിത്രമുണ്ട്, ഇന്ത്യയിൽ വന്ന പ്രബോധകരുടെ ചരിത്രമുണ്ട്. അതെല്ലാം പറയുന്ന ബാക്കി വെച്ച പാഥേയം എന്ന് പറഞ്ഞ മാഗസിൻ, അത് നിങ്ങൾ വാങ്ങണം. 60 രൂപയാണ് അതിൻ്റെ മിനിമം ഹദിയ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില പത്രങ്ങൾ നമ്മെ ഈ പ്രചാരണം നൽകുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിലെ ചില മുഖ്യധാരാ പത്രങ്ങൾ ഞങ്ങളോട് ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട്. ഏതോ ഒരു പരിപാടി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഏതോ ഒരു പരിപാടി നടത്തിയ സമയത്ത് ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന പരാതിയുമായി ചില പത്രക്കാർ. ഞങ്ങൾ ഒരിക്കലും ഗിഫ്റ്റ് കൊടുത്ത് റിപ്പോർട്ട് വരുത്തേണ്ടവരല്ല. ഞങ്ങൾക്ക് പത്രങ്ങൾ ആവശ്യമേ ഇല്ല. ഈ പ്രോഗ്രാം പത്രങ്ങൾ ആവശ്യമില്ലാതെ നടക്കുന്ന പ്രോഗ്രാമാണ്. ആ ഒരു പോളിസിയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് എന്നുകൂടെ സധൈര്യം അവരെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സഹകരിച്ച പത്രക്കാരുണ്ട്. അത് ജനങ്ങളോടുള്ള സഹകരണമാണ്. ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ, ഞങ്ങൾക്കിത് ഫെയിം ചെയ്യേണ്ട ഒരു കാര്യവും പത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടാനില്ല. അവർ സഹകരിച്ചവർക്കും പ്രത്യേകമായ നന്ദി ഇവിടെ അറിയിക്കുന്നു. നമ്മുടെ ഈ ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കൾ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ ഈ സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ ഫാക്കൽറ്റിയുടെ വിജയമാണ്. ഇവിടുത്തെ അധ്യാപകർ അവര് നിരന്തരമായ അവരുടെ കോച്ചിങ്ങും അവിശ്രമ പ്രവർത്തനവും അതാണ് ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കുന്നത്. അതില് ബഹുമാന്യരായ ഹുസൈൻ ഫൈസി അവരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. ബഹുമാന്യരായ അലി അഹ്സനി ഫിഖ്ഹ് ഫാക്കൽറ്റി ഹെഡ്, കുറ്റ്യാടി മൊയ്തു സഖാഫി അഖീദ ഫാക്കൽറ്റി ഹെഡ്, മൊഹീദ്ദീൻ സഖാഫി അദബിന്റെ ഹെഡ്,
പിന്നെ നമ്മുടെ ജോയിന്റ് ഡയറക്ടറായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ പ്രോഗ്രാമുകൾക്കെല്ലാം അതിൻ്റെ ബൗദ്ധികമായ നേതൃത്വം നൽകിയിട്ടുള്ള ഇപ്പോൾ ഡൽഹി ജാമിയ മില്ലിയയിൽ മാനേജ്മെന്റ് സയൻസിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഉമർ ഫാറൂഖ് സഖാഫി, എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത, ഈ സ്ഥാപനത്തിന്റെ ഫണ്ട് റൈസ് ചെയ്യുന്ന ആള് സ്ഥായി അല്ല എന്നുള്ളതാണ്. ഇതിന് ആദ്യകാലത്ത് 2 വർഷം ഞാൻ ഫണ്ട് റൈസ് നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു പൈസയും ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ പിരിക്കാറില്ല. അതിനുശേഷം നാസർ സഖാഫി ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അബു സാലിഹ് സഖാഫിയാണ് ഏതാനും വർഷങ്ങളായി ഈ സ്ഥാപനത്തിന്റെ ഫണ്ട് റൈസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞാൽ പുതിയൊരാൾ വരും. ഒരാൾ തന്നെ എക്കാലവും തുടർന്നാൽ പിന്നെ പുതിയ ലീഡർഷിപ്പ് വരില്ല. അത് ഞങ്ങളിവിടുത്തെ ടീച്ചിങ്ങിലും അതേ അവസ്ഥ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ മേധാവിത്വം സ്ഥിരമായി ഒരാൾക്കില്ല. 2 വർഷം കഴിയുമ്പോൾ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തുല്യ അവകാശത്തോടും തുല്യ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയെങ്കിൽ മാപ്പ് ആക്കുക. എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരായ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ഇവിടെ എപ്പോഴും നമ്മോടൊപ്പമുള്ള അവേലത്ത് വലിയ തങ്ങളവരുടെ മകൻ എല്ലാ സമയത്തും നമ്മുടെ സദസ്സിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നവരാണ്. അതുപോലെ ഈ ഗാർഡനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കോയാലി ഹാജി, അദ്ദേഹത്തിന്റെ മരിച്ച മകന്റെ പേരിൽ തലയാട്ട് 1 ഏക്കർ ഭൂമി നമുക്ക് വഖഫ് ചെയ്തു. അതിന്റെ മാനേജർ പണിയും അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. ശമ്പളമൊന്നും വാങ്ങാറില്ല. ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് മുഴുവനും അവിടെ കയറി ചെന്ന് മലിന്റെ മുകളിൽ കയറി തേങ്ങ വലിച്ചു കൊണ്ടുവരും, അണ്ടി പറിച്ചു കൊണ്ടുവരും. അത് വിറ്റ് വാഴക്കൊല തലയിൽ വെച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഈ ഗാർഡനിൽ ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹം വഖഫ് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ പഴയ മാനേജർമാർ, ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും ഉണ്ട്. ഞാൻ ഇനി പ്രധാനപ്പെട്ട ആളുകളെ എവിടെയെങ്കിലും വിട്ടെങ്കിൽ വീണ്ടും പറയും. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ഓർക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.